അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ വന്ദേ മാതരം ആലപിക്കാൻ തീരുമാനം. ദേശീയ ഗാനത്തിനൊപ്പം ഇനി വന്ദേ മാതരവും ആലപിക്കും. AIFF ജനറൽ ബോഡി മീറ്റിംഗിലാണ് തീരുമാനം. അനിൽ വാസുദേവ് ചേരുകയാണ് വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അനിൽ, നേരത്തെ തന്നെ സമസ്ത മേഖലകളിലും ഈ വന്ദേ മാതരം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോഴിതാ കളിക്കളത്തിലേക്കും വന്ദേ മാതരം എത്തുന്നു. വിവരങ്ങൾ? തീർച്ചയായും രസ്ന, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ നിയമനിർമ്മാണ സഭകളിലൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലൊക്കെ തന്നെ ഈ വന്ദേമാതര ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർന്നതാണ്. അതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ കളിക്കളങ്ങളിലേക്ക് കൂടി വന്ദേമാതര ഗാനം ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. കാരണം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ നിലവിൽ ഒരു മത്സരത്തിന് മുമ്പ്, അതായത് ഇന്ത്യയുടെയോ ഇല്ലെങ്കിൽ ISL പോലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ടീമുകൾ വരുമ്പോൾ ദേശീയഗാനം മാത്രമാണ് ആലപിക്കുന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇനി മുതൽ വന്ദേമാതര ഗാനം കൂടി ആലപിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 52 സെക്കൻഡ് ഉള്ള ഈ ദേശീയഗാനത്തിനൊപ്പം തന്നെ 3 മിനിറ്റോളം ചേരുമ്പോൾ 4 മിനിറ്റോളം താരങ്ങൾ ഇത്തരം ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരും. ഇന്ന് തന്നെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.